ഹലോ മക്കളെ, അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ പോളിനോമിയൽസ്, അതായത് ബഹുപദങ്ങൾ പറഞ്ഞ ഒരു ചെറിയ ചാപ്റ്റർ ആണ്. ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്. ഒരു ഡൗട്ടും കാര്യങ്ങളും ഒന്നും നിങ്ങൾക്ക് വരില്ല. നമുക്ക് ഈസി ആയി എത്രയും പെട്ടെന്ന് ഈ ചാപ്റ്റർ അടിപൊളിയായി പഠിക്കട്ടെ മക്കളെ. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് അറിയാനുള്ള ഒരു ഇക്വേഷൻ ഇവിടെ എഴുതിക്കണേ. അതായത് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി എന്നാണ്. അതായത് നമുക്കൊരു ഇക്വേഷൻ എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഫോമിലാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാന്നാ പറയുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി പറഞ്ഞ ഫോർമാറ്റിൽ എഴുതാന്നാ പറയുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ നിങ്ങൾ അടിപൊളിയായി പഠിച്ചു വെക്കുക. എത്രയുള്ള മക്കളെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി ആണ്. അങ്ങനെയാണ് മക്കളെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് 43 ഇൻറ്റു 47 ചെയ്യണം. ഓക്കെ, അപ്പൊ 43 ഇൻറ്റു 47 നമുക്ക് നോർമലി മൾട്ടിപ്ലൈ ചെയ്യാനും കാര്യങ്ങളൊക്കെ എല്ലാ മക്കൾക്കും അറിയാം. നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇത് എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പൊ സാറ് 43 ഇൻറ്റു 47 43ന് സാറ് 40 പ്ലസ് 3 എഴുതിക്കോട്ടെ, തെറ്റൊന്നുമില്ലല്ലോ മക്കളെ. 43നെ 40 പ്ലസ് 3 എഴുതിക്കൂടെ? അതേപോലെ 47 സാറ് 40 പ്ലസ് 7 എഴുതിക്കൂടെ? ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോ? അപ്പൊ നമ്മൾ എന്തിനെങ്ങനെ എഴുതാൻ കാരണം നമുക്ക് നോർമലി ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടെത്താൻ എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ ഈ ഒരു ഫോമിൽ ആക്കിയിട്ട് എങ്ങനെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 43നെ 40 പ്ലസ് 3 എന്നും 47നെ 40 പ്ലസ് 7 പറഞ്ഞ ഫോർമാറ്റിൽ എഴുതി. അപ്പൊ ഇത് ഏത് രീതിയിൽ വന്നു മക്കളെ? എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി പറഞ്ഞ ഫോർമാറ്റിൽ വന്നില്ലേ? അങ്ങനെ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പറഞ്ഞാൽ നമുക്കറിയാം 40 സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പറഞ്ഞാൽ എ പ്ലസ് ബി പറഞ്ഞാൽ 3 പ്ലസ് 7 10 ആണ്. 10 ഇൻറ്റു എക്സ് നമുക്കറിയാം 40 പ്ലസ് എ ഇൻറ്റു ബി പറഞ്ഞാൽ 3 ഇൻറ്റു 7 21 വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ ഏത് ഫോർമാറ്റിൽ എഴുതി? എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി പറഞ്ഞ ഫോർമാറ്റിൽ എഴുതി. ഇനി നമുക്ക് ഇതിനെ എഴുതുമ്പോൾ 40 സ്ക്വയർ നമുക്കറിയാം 1600 ആണ്. പ്ലസ് 10 ഇൻറ്റു 40 ആണ് നമുക്കറിയാം 400 ആണ്. പ്ലസ് 21 വരും. ഇസ് ഈക്വൽ ടു 1600 400 കൂട്ടിയ 2000 2021 കൂട്ടി നമുക്ക് എത്ര കിട്ടും? 2021 ആൻസർ കിട്ടും. അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനെ എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഫോമിൽ എങ്ങനെ ആൻസർ ചെയ്യാൻ നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കും മക്കളെ. 63 ഇൻറ്റു 67 എങ്ങനെ നമ്മൾ ചെയ്യാം? ആദ്യം നമുക്ക് 63നെ 60 പ്ലസ് 3 എഴുതാം. അതേപോലെ 67നെ 60 പ്ലസ് 7 എഴുതാം. അപ്പൊ ഏത് ഫോമിലായി? ഇത് എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഫോമിലായില്ല. അങ്ങനെയാണ് നമുക്ക് എന്ത് എഴുതാം? എക്സ് സ്ക്വയർ പറഞ്ഞാൽ 60 സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പറഞ്ഞാൽ 3 പ്ലസ് 7 10 ഇൻറ്റു എക്സ് പറഞ്ഞാൽ 60 പ്ലസ് എ ബി പറഞ്ഞാൽ 3 ഇൻറ്റു 7 നമുക്കറിയാം 21 ഇസ് ഈക്വൽ ടു 60 സ്ക്വയർ നമുക്കറിയാം 6 സ്ക്വയർ 36 2 പൂജ്യം ഇട്ട് വെക്കാം 3600 പ്ലസ് 10 ഇൻറ്റു 60 പറഞ്ഞാൽ നമുക്കറിയാം 600 ആണ്. പ്ലസ് 21 വരും. ഓക്കെ, ഇനി 3600 കൂട്ടിയാൽ നമുക്കറിയാം 4200 ആണ്. പ്ലസ് 21 പറഞ്ഞാൽ 4221 ആൻസർ കിട്ടും. സെറ്റാണ് മക്കളെ. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും ഈ ഫോർമാറ്റിൽ വരികയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ആൻസർ ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് അടുത്തത് നോക്കും മക്കളെ. 51 ഇൻറ്റു 52 എങ്ങനെ നമുക്ക് എഴുതാം? 51 നമുക്ക് 50 പ്ലസ് 1 എന്ന് എഴുതാം. അതേപോലെ 52ന് എന്ത് എഴുതാം? 50 പ്ലസ് 2 എന്ന് എഴുതാം. ഈ സിഗിൽ നമുക്കറിയാം എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഫോമിലായില്ലേ? അങ്ങനെ ഇതിനെങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പറഞ്ഞാൽ 1 പ്ലസ് 2 3 ഇൻറ്റു എക്സ് പറഞ്ഞാൽ 50 പ്ലസ് എ ബി പറഞ്ഞാൽ 1 ഇൻറ്റു 2 എന്ന് വരും. ഈസിക്കൽ ടു 2 ഈസിക്കൽ ടു 50 സ്ക്വയർ നമുക്കറിയാം 2500 ആണ്. പ്ലസ് 3 ഇൻറ്റു 50 പറഞ്ഞാൽ നമുക്കറിയാം 150 ആണ്. പ്ലസ് 2 എന്ന് വരും. ഇസ് ഈക്വൽ ടു 2500 150 കൂട്ടിയ 2650 രണ്ടും കൂട്ടിയ 2652 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് എന്താണ്? 81 ഇൻറ്റു 82 ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 81നെ നമുക്ക് 80 പ്ലസ് 1 എന്ന് എഴുതാം. അതേപോലെ 82നെ 80 പ്ലസ് 2 എന്ന് എഴുതാം. തെറ്റൊന്നുമില്ല, നമുക്ക് ഈസി എഴുതി കൂടെ. അങ്ങനെയാണ് നമുക്ക് ഏത് ഫോമിലായി മക്കളെ? എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി പറഞ്ഞ ഫോമിലായി. അങ്ങനെ നമുക്ക് എഴുതാം എക്സ് സ്ക്വയർ പറഞ്ഞ 80 സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പറഞ്ഞ 1 പ്ലസ് 2 3 ഇൻറ്റു എക്സ് നമുക്ക് 80 അറിയാം. പ്ലസ് എ ബി അറിഞ്ഞാൽ 1 ഇൻറ്റു 2 എന്ന് കിട്ടും. ഈ സിഗൽ ടു 80 സ്ക്വയർ നമുക്കറിയാം 6400 ആണ്. പ്ലസ് 3 ഇൻറ്റു 80 പറഞ്ഞാൽ നമുക്കറിയാം 240 ആണ്. പ്ലസ് 2 എന്ന് വരും. ഈസ് ഈക്വൽ ടു 6400 240 പറഞ്ഞ എത്ര മക്കളെ? 6642 എന്ന് വരും. 6642 എന്ന് വരും. ഓക്കെ ആണോ മക്കളെ? ഇതാണ് നമ്മളെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് പ്രോബ്ലം വരുന്നത്. അതായത് ഇങ്ങനത്തെ ക്വസ്റ്റ്യന് ഈ ഫോമിലാക്കി എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാന്നാണ്. അപ്പൊ എല്ലാ മക്കൾക്കും ഈസിയായി മനസ്സിലാണ്ടായിരുന്നു. അപ്പൊ സെറ്റ് അല്ലേ? നമുക്ക് അടുത്ത മോഡൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നോക്കിയാലോ. അപ്പൊ മക്കളെ നമ്മൾ നമ്പേഴ്സ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാന്ന് നോക്കി. അതേപോലെ നമുക്ക് എങ്ങനെ എക്സ് വെച്ചിട്ട് ചെയ്യാൻ നോക്കാം.
സെയിം മെത്തേഡ് ആണ്. നമുക്കറിയാം എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി പറഞ്ഞ എന്താ ഇക്വേഷൻ? എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി എന്നാണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ എങ്ങനെ നമ്മൾ എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് പ്ലസ് 5 ചെയ്യാം? നമുക്കറിയാം എന്താ ഇക്വേഷൻ? എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി പറഞ്ഞ എന്താ വരും മക്കളെ? ഇവിടെ 2+5 ആണ്. 2+5 പറഞ്ഞാൽ 7 വരും. 7 ഇൻറ്റു എക്സ് പറഞ്ഞാൽ 7x പ്ലസ് എ ബി പറഞ്ഞാൽ 2 ഇൻറ്റു 5 10 എന്ന് വരും. സിമ്പിൾ അല്ല മക്കളെ? അപ്പൊ നമുക്ക് എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് പ്ലസ് 5 എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 10 എന്ന് എഴുതാം. അങ്ങനെയാണ് മക്കളെ നിങ്ങളോട് ചോദിക്കാണ് ഒരു എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 7. ഇത് മക്കളെ നമ്മൾ എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 7. അപ്പൊ നമുക്കറിയാം ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി എക്സ് പറഞ്ഞാൽ 3 + 7 10 ഇൻറ്റു എക്സ് പറഞ്ഞാൽ 10x വരും. പ്ലസ് എ ബി എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 7 21 വരും. ഓക്കെ, അപ്പൊ നമ്മൾ എക്സ് പ്ലസ് ടു ഇൻറ്റു എക്സ് പ്ലസ് 5 എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 10 എന്നും, അതേപോലെ എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 7 എക്സ് സ്ക്വയർ പ്ലസ് 10x പ്ലസ് 21 എഴുതി. അങ്ങനെയാണ് മക്കളെ എങ്ങനെ നമ്മൾ എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് പ്ലസ് 5 ചെയ്യാം. അപ്പൊ നമുക്ക് പോസിറ്റീവ് സൈൻ ആണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല, ഈസി ആയി ചെയ്യാൻ കഴിയും. പക്ഷെ നെഗറ്റീവും കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. കാരണം ബേസും കാര്യങ്ങളും അറിയാത്ത കുറെ മക്കൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇത് ടഫായി തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയി മനസ്സിലാക്കി തരാൻ സാർ. അപ്പൊ നമുക്ക് എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് പ്ലസ് 5 ആണ്. അപ്പൊ നമുക്ക് ആദ്യം എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി പറഞ്ഞ ഇവിടെ എന്താ വരിക മക്കളെ? -2 + 5. എന്താ -2 + 5 പറഞ്ഞ? ഡിഫറൻസ് സൈൻ അല്ലേ? ഡിഫറൻസ് സൈൻ വന്നാൽ എന്താ ചെയ്യാ? നമ്മള് വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നിട്ട് കൊടുക്കും. 5ന് 2 കുറച്ചാ 3. വലുതിന്റെ സൈൻ ഏതാണ്? പ്ലസ്. അപ്പൊ +3 എന്ന് വരും. അപ്പൊ എ പ്ലസ് ബി പറഞ്ഞാൽ -2 + 5 പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? +3 വരും. 3 ഇൻറ്റു എക്സ് പറഞ്ഞാൽ 3x. ഇനി എന്താ വരിക? പ്ലസ് എ ബി എന്നല്ലേ മക്കളെ? എ ബി പറഞ്ഞാല് പ്ലസ് നമുക്ക് എ ബി എന്നാണ് -2 ഇൻറ്റു 5. എത്ര മക്കളെ? -2 ഇൻറ്റു 5 പറഞ്ഞാൽ -2 ഇൻറ്റു 5 പറഞ്ഞാൽ നമുക്കറിയാം -10 ആണ്. അപ്പൊ മൈനസും പ്ലസും മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരം മൈനസ് ആക്കാരം 2 ഇൻറ്റു 5 = എത്ര വരും? 10 എന്ന് വരും. അങ്ങനെയാണ് നമുക്ക് ഇതിന് എന്തിങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസും മൈനസും വന്നാൽ നമുക്കറിയാം മൈനസ് ആണ്, -10 ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് എക്സ് -2 ഇൻറ്റു എക്സ് പ്ലസ് 5 ആൻസർ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് 3x -10 എന്ന് കിട്ടും. അപ്പൊ ഈ സൈനിന്റെ കാര്യം വരുമ്പോൾ സൈനിന്റെ അഡീഷനും കാര്യങ്ങളും അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ കാര്യങ്ങളും നിങ്ങൾക്ക് അടിപൊളിയായി അറിഞ്ഞിരിക്കണം. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ മക്കളെ? എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 5. അപ്പൊ നമുക്കറിയാം എന്താ ഇക്വേഷൻ? എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് എന്നാണ് മക്കളെ. അപ്പൊ എ പ്ലസ് ബി പറഞ്ഞാല് 2 + -5 അല്ലെ മക്കളെ? അതല്ല ഇവിടെ വരിക. അപ്പൊ ഞാൻ ഇവിടെ സൈഡ് ഒന്ന് എഴുതി തരാം. ഇവിടെ 2 ആണ് പ്ലസ് -5 ഇൻ എക്സ് പ്ലസ് എന്താണ്? എ ബി അല്ലേ മക്കളെ? എ ബി പറഞ്ഞാൽ എന്താ വരിക? 2 ഇൻറ്റു -5. 2 ഇൻറ്റു -5 പറഞ്ഞാൽ നമുക്കറിയാം -10 ആണ്. 2 ഇൻറ്റു -5 എത്ര വരും മക്കളെ? -10 വരും. ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ 2 + -5. പ്ലസും മൈനസും ഒപ്പം വന്നുണ്ടാവും മക്കളെ. പ്ലസും മൈനസും ഒപ്പം വന്നാൽ നമുക്കറിയാം മൈനസ് ആണ്. അപ്പൊ 2 - 5 ഡിഫറൻസ് സൈനാണ്. അപ്പൊ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കുക. 5ന് 2 കുറച്ച് നമുക്കറിയാം 3 ആണ്. ചിഹ്നം ഏതാണ്? -3 ഇൻറ്റു എക്സ് പറഞ്ഞാൽ നമുക്കറിയാം 3x ആണ്. ഓക്കെ, പിന്നെ ഇവിടെയും പ്ലസും മൈനസും ഒപ്പം വന്നു. പ്ലസും മൈനസും ഒപ്പം വന്നുണ്ടാവും മക്കളെ മൈനസ് ആവും, -10 എന്ന് വരും. ഓക്കെ, അപ്പൊ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 5 ആൻസർ എത്ര കിട്ടും? എക്സ് സ്ക്വയർ -3x -10 വരും. അപ്പൊ സൈൻ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം മാത്രം ആൻസർ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട് മക്കളെ. അങ്ങനെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എക്സ് -2 ഇൻറ്റു എക്സ് പ്ലസ് 2. അപ്പൊ നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് അല്ലേ? അപ്പൊ എ പ്ലസ് ബി പറഞ്ഞാല് -2 പ്ലസ് -5 പ്ലസ് എ ബി പറഞ്ഞാല് -2 ഇൻറ്റു -5. എത്ര മക്കളെ? -2 ഇൻറ്റു -5. മൈനസ് മൾട്ടിപ്ലൈ ചെയ്ത പ്ലസ് ആവും. 2 ഇൻറ്റു 5 എത്ര കിട്ടും നമുക്ക്? 10 ആൻസർ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് അറിയണം -2 ഇൻറ്റു -5 പറഞ്ഞാല് മൈനസും പ്ലസ് ആവും. 2 ഇൻറ്റു 5 എത്ര വരും? 10 വരും. ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇവിടെ -2 പ്ലസ് -5. പ്ലസ് മൈനസ് ഇവിടെ എന്താവും മക്കളെ? പ്ലസ് മൈനസ് ഇവിടെ മൈനസ് ആവും. -2 -5 ഇവിടെ എക്സ് ഉണ്ട്, സോറി. ഓക്കെ, -2 -5 ഒരേ സൈൻ അല്ലേ? ഒരേ സൈൻ വന്ന് നമ്മൾ എന്താ ചെയ്യുക? ആഡ് ചെയ്ത് അതേ സൈൻ ഇട്ട് കൊടുക്കും. 2ഉം 5ഉം കൂട്ടിയ 7 ഇൻറ്റു എക്സ് പറഞ്ഞാൽ 7x. സൈൻ ഏതാണ്? -7x പ്ലസ് 10 ആൻസർ കിട്ടും. അപ്പൊ എക്സ് -2 ഇൻറ്റു എക്സ് -5 ആൻസർ എത്ര കിട്ടും? എക്സ് സ്ക്വയർ -7x പ്ലസ് 10. അപ്പൊ ഈ രീതിയിൽ വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ 4 ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻസ് സൈനിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഈസി ആയി ചെയ്യാൻ കിട്ടണം മക്കളെ. ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ സൈനും കാര്യങ്ങളും വരുമ്പോൾ മാത്രമാണ്. വേറെ ഒരു ബുദ്ധിമുട്ട് ഇതിൽ വരാല്ല. സിമ്പിൾ ചാപ്റ്റർ ആണ്. അപ്പൊ ഈ സൈനും കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയി ആൻസർ ചെയ്യാൻ കഴിയും. നിങ്ങൾ സൈഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ. ഒരു
x+9 ഇൻറ്റു x+5, അതേപോലെ ഒരു x-2 ഇൻറ്റു x+4, അതേപോലെ ഇപ്പോൾ ഒരു x-5 ഇൻറ്റു x+3, ഓക്കെ. അതേപോലെ എന്താ പറയുക x-4 ഇൻറ്റു x-3. ഈ 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ആൻസർ കിട്ടുന്നുണ്ടോ? ആൻസർ കിട്ടിയാൽ നിങ്ങൾ എവിടെ അറിയിക്കണം? കമന്റ് ബോക്സിൽ അറിയിക്കണം. സാർ കറക്റ്റ് ആണല്ലേ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ഈ 4 ചെയ്ത ശേഷം ഈ 4 ക്വസ്റ്റ്യൻ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്നിട്ട് കൺഫേം ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടുന്ന ഉറപ്പ് വരുത്തണം എന്തായാലും മക്കളെ. കാരണം ഇതൊന്നും ഒരിക്കലും തെറ്റിക്കാൻ പറ്റില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ആകെ നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാം. അതേപോലെ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഈ പ്ലസും മൈനസും എന്താ ചെയ്യേണ്ട കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രം മതി. അങ്ങനെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. അപ്പൊ മക്കളെ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയ കൺസെപ്റ്റ് ആണ്, അതായത് പോളിനോമിയൽ ഫാക്ടേഴ്സ്, ബഹുപദ ഘടകങ്ങൾ പറയും. അപ്പൊ നമ്മൾ നേരത്തെ തിരിച്ച് ഒരു എന്താ പറയാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ x+a ഇൻറ്റു x+b ഫോമിൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആക്കി എഴുതാൻ പഠിച്ചു, രണ്ടാകൃതി ബഹുപദാക്കി എഴുതാൻ പഠിച്ചു. ഇനി നമുക്ക് നേരെ തിരിച്ച് x² + 5x + 6 x+a ഇൻറ്റു x+b പറഞ്ഞ ഫോമിലാക്കി എഴുതണം. ഇങ്ങനെ ഈ ഫോമിലാക്കി എഴുതുന്നതിന് നമ്മൾ ഫാക്ടേഴ്സ് ആക്കി എഴുതാന്ന് പറയാം. ഈ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന് രണ്ടാകൃതി ബഹുപദത്തിന്റെ ഘടകങ്ങളാക്കി എഴുതുക പറഞ്ഞാല് x+a ഇൻറ്റു x+b പറഞ്ഞ ഫോമിൽ എഴുതണം. ഓക്കെ, അതായത് ഇതിന്റെ ഫാക്ടേഴ്സ് ഏത് ഫോമിലാവണം? x+a ഇൻറ്റു x+b പറഞ്ഞ ഫോമിൽ എഴുതുന്നതിനാണ് നമ്മൾ പോളിനോമിയൽ ഫാക്ടേഴ്സ്, ബഹുപദ ഘടകങ്ങൾ പറയാം. നമ്മൾ പരീക്ഷയ്ക്കും ചോദിക്കുക റൈറ്റ് ദ പോളിനോമിയൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ റൈറ്റ് ദ ഫാക്ടേഴ്സ് ഓഫ് ദ ഗിവൺ പോളിനോമിയൽ എന്നൊക്കെ നമ്മളോട് പറയാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ x² + 5x + 6 ആണ്. ഇതിനെ നമ്മൾ എന്താക്കി എഴുതണം? ഫാക്ടേഴ്സ് ആക്കി എഴുതണം, ഘടകങ്ങളാക്കി എഴുതണം. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് x+a ഇൻറ്റു x+b പറഞ്ഞാല് x² + a + b ഇൻറ്റു x+ab ആണ്. ഇനി ഇതിനെ നേരെ തിരിച്ച് x+a ഇൻറ്റു x+b പറഞ്ഞ ഫോമിൽ എഴുതണം. അപ്പൊ മക്കൾ ഇത് സിമ്പിൾ ആണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പൊ നമ്മൾ ഇക്വേഷൻ x² + 5x + 6 ആണ്. അപ്പൊ ഇതിനെ ഫാക്ടേഴ്സ് ആക്കി എഴുതണം. അപ്പൊ നമുക്ക് ഇവിടെ ഫാക്ടേഴ്സ് ആക്കി എഴുതണമെങ്കിൽ നമുക്ക് എയും വേണം ബിയും വേണം. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടീഷൻ എത്തുള്ളൂ മക്കളെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് x² + 5x + 6 പറഞ്ഞാല് എക്സിന്റെ കൂടെയുള്ള നമ്പർ പറഞ്ഞാൽ നമുക്കറിയാം a+b-നെയാണ് നമ്മൾ എക്സിന്റെ കൂടെയുള്ള നമ്പർ പറയാം, അല്ലെ മക്കളെ? അതേപോലെ എബിനെയാണ് നമ്മൾ ലാസ്റ്റത്തെ കോൺസ്റ്റന്റ് ആക്കി എഴുതല്. അപ്പൊ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എക്സിന്റെ കൂടെയുള്ള നമ്പർ പറഞ്ഞ a+b ആണ്. എയും ബിയും കൂട്ടിയതാണ് എക്സിന്റെ കൂടെയുള്ള നമ്പർ, എയും ബിയും മൾട്ടിപ്ലൈ ചെയ്താണ് ലാസ്റ്റ് കോൺസ്റ്റന്റ്. ഈ ഒരു കൺസെപ്റ്റ് മാത്രം നിങ്ങൾക്ക് കിട്ടിയാൽ മതി. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് ഇതിൽ a+b എന്താണ് എഴുതണം, അതായത് a+b. എയും ബിയും നമുക്ക് കണ്ടുപിടിക്കേണ്ട. അപ്പൊ ആ രണ്ട് നമ്പേഴ്സ് തമ്മിൽ കൂട്ടിയാല് എക്സിന്റെ കൂടെയുള്ള നമ്പർ കിട്ടണം. ഇതാണ് നമ്മളെ കൺസെപ്റ്റ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് x+a ഇൻറ്റു x+b പറഞ്ഞാല് x² + a+b ഇൻറ്റു x+ab ആണ്. അപ്പൊ നമുക്ക് a+b പറഞ്ഞാൽ എയും ബിയും കൂട്ടിയാൽ എക്സിന്റെ കോയിഫിഷ്യന്റ് എക്സിന്റെ കൂടെയുള്ള നമ്പർ ആണ്. അതേപോലെ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ a ഇൻറ്റു b ചെയ്താൽ ലാസ്റ്റത്തെ കോൺസ്റ്റന്റും കിട്ടണം. ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ നമ്മളോട് ഫാക്ടേഴ്സ് ആക്കി എഴുതുക അല്ലെങ്കിൽ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതുക എന്നൊക്കെ പറയും. രണ്ട് രീതിയിൽ ഈ ക്വസ്റ്റ്യൻ വരിക. ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ വന്നിട്ട് ഇതിന്റെ ഫാക്ടേഴ്സ് ആക്കി എഴുതുക പറഞ്ഞാലും രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതുക, അതായത് രണ്ട് ഒന്നാകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമാക്കി എഴുതുക പറഞ്ഞാലും ഈ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ഏത് ഫോമിൽ എഴുതുക വേണ്ടേ? x+a ഇൻറ്റു x+b പറഞ്ഞ ഫോമിൽ എഴുതുക വേണ്ടേ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം x² + 5x + 6 ആണ്. അപ്പൊ നമുക്ക് a+b ആഡ് ചെയ്താൽ ഈ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താൽ 5ഉം കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്താൽ 6ഉം കിട്ടണം. അപ്പൊ ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി ഇതേപോലെ എഴുതി വെക്കാം. ഇനി നമ്മൾ നോക്കേണ്ടത് ആഡ് ചെയ്ത 5 കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ് അല്ല നോക്കേണ്ടത്, മൾട്ടിപ്പിൾ ചെയ്ത 6 കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്. ആഡ് ചെയ്ത 5 കിട്ടുന്ന കുറെ നമ്പേഴ്സ് ഉണ്ടാവും. നമുക്ക് കുറച്ചും കൂടി സുഖം ആദ്യം എന്താ നോക്കുക, ആഡ് ചെയ്ത 5 കിട്ടുന്ന നോക്കണ്ട, മൾട്ടിപ്ലൈ ചെയ്ത 6 കിട്ടുന്ന നമ്പേഴ്സ് നോക്കുക. അപ്പൊ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത 6 പറഞ്ഞാൽ 1 × 6 6 ആണ്. ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. അതേപോലെ അടുത്ത എന്താണ് 2 × 3 6 ആണ്. വേറെ ഉണ്ടോ മക്കളെ 6 കിട്ടുന്നത്? ഇല്ല. അപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ ചെയ്ത 6 കിട്ടുന്ന നമ്പേഴ്സ് കിട്ടി. പക്ഷെ നമ്മളെ കണ്ടീഷൻ മൾട്ടിപ്പിൾ ചെയ്ത 6 കിട്ടിയാൽ മാത്രം മതിയോ? പോരാ, നമുക്ക് ആഡ് ചെയ്ത 5ഉം കിട്ടണം. അപ്പൊ മൾട്ടിപ്പിൾ ചെയ്ത 6ഉം ആഡ് ചെയ്ത 5ഉം കിട്ടുന്ന നമ്പേഴ്സ് ഇതിൽ ഏതൊക്കെയാ മക്കളെ? 1ഉം 6ഉം ആണോ? അല്ല, 2ഉം 3ഉം ആണ്. ഓക്കെ ആണോ മക്കളെ? അപ്പൊ മൾട്ടിപ്പിൾ ചെയ്ത 6ഉം ആഡ് ചെയ്ത 5ഉം കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2ഉം 3ഉം ആണ്. അപ്പൊ നമുക്ക് എഴുതാം therefore a = 2 എന്ന് എഴുതാം, b = 3 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് എയും ബിയും കിട്ടിയില്ലേ? എയും ബിയും കിട്ടി കഴിഞ്ഞാൽ എങ്ങനെ ഫാക്ടേഴ്സ് ആക്കി എഴുതാം? = നമുക്ക് എന്ത് ചെയ്താം മക്കളെ?
ഫാക്ടേഴ്സ് എഴുതാൻ സിമ്പിൾ ആണ്. എന്ത് ഫോമിലാണ്? എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി പറഞ്ഞ ഫോമിലല്ലേ. അപ്പൊ നമുക്കറിയാം എക്സ് പ്ലസ് എ പറഞ്ഞ എത്രയാണ് 2 ഇൻറ്റു ബി പറഞ്ഞാൽ 3. അപ്പൊ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3 എന്ന് വരും ഇതിന്റെ ആൻസർ. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 പറഞ്ഞ എന്താ ആൻസർ വരിക? എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3. ഇതെങ്ങനെ നമുക്ക് കിട്ടിയത് മക്കളെ? നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ ആഡ് ചെയ്ത് എത്ര കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടണം നോക്കണം. അത് കിട്ടിയ ശേഷം മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന നമ്പേഴ്സ് ആണ് നോക്കണ്ടേ, അതിന് നമുക്ക് ആൻസർ കിട്ടും. ഇനി A3യും B2 കൊടുത്ത പ്രശ്നമുണ്ടോ? ഇല്ല. കാരണം എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3 പറഞ്ഞാലും എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2 പറഞ്ഞാലും രണ്ടും സെയിം ആണ്. നിങ്ങൾക്ക് എങ്ങനെ എഴുതിയാലും ഒരു തെറ്റില്ല, ആൻസർ കറക്റ്റ് ആണ്. അങ്ങനെ ഇത് ഓക്കെ ആണ് കരുതുന്നത് മക്കളെ. ഇമ്പോർട്ടന്റ് ആണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ് ഈ പോളിനോമിയൽ ഫാക്ടേഴ്സ്, അതായത് ബഹുപദ ഘടകങ്ങൾ പറഞ്ഞ ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ് ഇത്. അങ്ങനെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. നിങ്ങൾ പറയടാ, എക്സ് സ്ക്വയർ പ്ലസ് 9x പ്ലസ് 18 ആണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്താ? ആദ്യം സാറേ ആഡ് ചെയ്താൽ കിട്ടുന്നത് ഏതാ നോക്കണം. അതായത് രണ്ട് നമ്പേഴ്സ് എയും ബിയും നമുക്ക് വേണം. ആ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്ത് എവിടെ കിട്ടുക? എക്സിന്റെ കൂടെയുള്ള നമ്പർ കിട്ടണം, അതായത് 9 കിട്ടണം. അതേപോലെ ഈ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടണം? ലാസ്റ്റത്തെ കോൺസ്റ്റന്റ് കിട്ടണം. ഇതൊക്കെയാണോ മക്കളെ? അപ്പൊ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താൽ എക്സിന്റെ കൂടെയുള്ള നമ്പറും കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്താൽ ലാസ്റ്റ് കോൺസ്റ്റന്റും കിട്ടണം. ഇനി നമ്മൾ ആഡ് ചെയ്ത 9 കിട്ടുന്ന നമ്പേഴ്സ് ആണ് നോക്കുക. അല്ല സാറേ, മൾട്ടിപ്ലൈ ചെയ്ത 80 അതൊക്കെ കിട്ടുക. സോറി, മൾട്ടിപ്ലൈ ചെയ്ത 18 നമുക്കറിയാം 1 ഇൻറ്റു 18 ആണ്. ഡൗട്ട് ഒന്നുമില്ല എല്ലാവർക്കും. അടുത്ത എന്താണ്? 2 ഇൻറ്റു 9 18 ആണ്. ഓക്കെ, നമ്മൾ കറക്റ്റ് ഓർഡറിൽ വന്ന് നമുക്ക് ഈസി ആവും. ആദ്യം 1 പിന്നെ 2, അടുത്ത എന്താണ്? 3 ഇൻറ്റു 6 പറഞ്ഞ 18 ആണ്. ഇനി ഉണ്ടോ മക്കളെ? 4 ഇൻറ്റു 1 മൾട്ടിപ്ലൈ ചെയ്ത 18 കിട്ടൂലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ ചെയ്ത 18 കിട്ടുന്ന നമ്പേഴ്സ് കിട്ടി. നമുക്ക് മൾട്ടിപ്പിൾ ചെയ്ത 18 മാത്രം കിട്ടിയാൽ മതിയോ? പോരെ സാറേ, ആഡ് ചെയ്ത 9 കിട്ടണം. അപ്പൊ ഇതിൽ ഏതാ നമ്പേഴ്സ് മക്കളെ? മൾട്ടിപ്പിൾ ചെയ്ത 8ഉം ആഡ് ചെയ്ത 9 കിട്ടുന്ന നമ്പേഴ്സ് നമുക്കറിയാം 3യും 6ഉം അല്ലേ. 3യും 6ഉം ആണ് നമ്പേഴ്സ്. അപ്പൊ നമുക്ക് നമ്പേഴ്സ് കിട്ടി 3 ആൻഡ് 6 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മളെ നമ്പേഴ്സ് 3 മാറുവാണ്. അങ്ങനെയാണ് നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ എന്താ പറയുക? ഫാക്ടേഴ്സ് എഴുതി കൂടെ, ഘടകങ്ങൾ എഴുതി കൂടെ എങ്ങനെ എഴുതുക? എയും ബിയും നമുക്ക് കിട്ടി. അപ്പോ എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 6. ഇത് നേരെ തിരിച്ച് എഴുതിയാലും കുഴപ്പമില്ല മക്കളെ. എക്സ് പ്ലസ് 6 ഇൻറ്റു എക്സ് പ്ലസ് 3 എഴുതിയാലും കുഴപ്പമില്ല, നമുക്ക് കറക്റ്റ് ആൻസർ തന്നെ കിട്ടുക. അപ്പൊ മക്കളെ ഇത് ഓക്കെ ആണോ? ഇതിന്റെ ബേസിക് ആയിട്ട് കേട്ടോ മക്കളെ. എല്ലാ മക്കൾക്കും ഇത് സിമ്പിൾ ആയി പഠിച്ചാൽ അങ്ങനെ സാറിന് ഉറപ്പുണ്ട്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് മാത്രം കിട്ടിയാൽ മതി. അങ്ങനെ ഒറ്റ ക്വസ്റ്റ്യൻ സാർ പറഞ്ഞതാ. നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 12 ആണ്. ആദ്യം നമ്മൾ എന്താ ചെയ്യുക? നിങ്ങളെ പറഞ്ഞാൽ ആദ്യം നമ്മൾ a പ്ലസ് ബി എഴുതും. അതായത് ആഡ് ചെയ്താൽ എക്സിന്റെ കൂടെ നമ്പർ കിട്ടണം. എക്സിന്റെ കൂടെ ഇവിടെ 7 ആണ്. ഇനി എന്ത് ചെയ്താ? മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റത്തെ കോൺസ്റ്റന്റ് കിട്ടണം, 12 ആണ്. ഇതെല്ലാ മക്കൾക്കും ഓക്കെയാണ് എഴുതുന്നു. അപ്പൊ രണ്ട് നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. ആ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ എക്സിന്റെ കൂടെ നമ്പറും കിട്ടണം, അത് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്താൽ ലാസ്റ്റിലെ കോൺസ്റ്റന്റും കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത 7 കിട്ടുന്ന നമ്പേഴ്സ് ആണ് എഴുതുക. അല്ല, മൾട്ടിപ്പിൾ ചെയ്ത 12 കിട്ടുന്ന ഏതൊക്കെയാണ്? 1 ഇൻറ്റു 12 12 ആണ്. അടുത്തത് 2 ഇൻറ്റു 6 12 ആണ്. അടുത്തത് 3 ഇൻറ്റു 4 12 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതി മൾട്ടിപ്ലൈ ചെയ്ത 12 കിട്ടുന്ന നമ്പേഴ്സ് എഴുതി. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത 12 കിട്ടിയാൽ മതിയോ? പോരെ സാറെ, ആഡ് ചെയ്ത 7ഉം കിട്ടണം. അപ്പൊ ഇതിൽ മൾട്ടിപ്പിൾ ചെയ്ത 12ഉം ആഡ് ചെയ്ത 7ഉം കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെ മക്കളെ? 3യും 4ഉം അല്ലേ. അപ്പൊ നമ്മൾ നമ്പേഴ്സ് ഏതൊക്കെയാ മക്കളെ? 3 ആൻഡ് 4 എന്ന് വരും. അങ്ങനെ നമുക്ക് ഇതിന്റെ ഫാക്ടേഴ്സ് എഴുതി കൂടെ. ഫാക്ടേഴ്സ് എങ്ങനെ എഴുതുക? ഇസ് ഈക്വൽ ടു നമുക്കറിയാം എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 4. ഓക്കെ, അപ്പൊ മക്കളെ ഞാൻ പറഞ്ഞു ഈ ക്വസ്റ്റ്യൻ രണ്ട് രീതിയിലാണ് ചോദിക്കുക. ഒന്ന് നമ്മളോട് പറയും റൈറ്റ് ദ ഫാക്ടേഴ്സ് ഓഫ് ദ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയും, അല്ലെങ്കിൽ റൈറ്റ് ദി സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. ഒന്നിൽ നമ്മളോട് ഈ രണ്ടാംകൃതി ബഹുപദത്തിന്റെ ഘടകങ്ങൾ എഴുതാൻ പറയും, അല്ലെങ്കിൽ ഈ രണ്ടാംകൃതി ബഹുപദത്തെ രണ്ട് ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലങ്ങളാക്കി എഴുതാൻ പറയും. ഓക്കെ ആണ് മക്കളെ. അപ്പൊ ഇതെന്തായാലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഈസി അല്ല. നമുക്ക് പോസിറ്റീവ് വരുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആവും, സിമ്പിൾ ആണ് സാർ എന്ന് കരുതും. പക്ഷെ നെഗറ്റീവ് വരുമ്പോൾ എത്ര ഈസി ആവാൻ ചാൻസ് ഇല്ല. ഇനി നമുക്ക് അടുത്ത നെഗറ്റീവിന്റെ കൂടി നോക്കട്ടെ മക്കളെ. അപ്പൊ മക്കളെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഈസിയായി ചെയ്യാൻ കഴിയും. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കും മക്കളെ. നിങ്ങൾക്ക് ഡൗട്ട് വരാനും ബുദ്ധിമുട്ട് വരാനും ഒക്കെ ചാൻസ് ഉള്ള ടോപ്പിക്കാണ്. സാർ പറയുന്നത് കൃത്യമായി ശ്രദ്ധിച്ച് മാത്രം ക്ലാസ് അടിപൊളിയായി കണ്ട ശേഷം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ കിട്ടുന്നുണ്ടോ നോക്കണം. അങ്ങനെയാണ് മക്കളെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 8x മൈനസ് 9 ആണ്. അപ്പൊ നമുക്കറിയാം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ എല്ലാവരും പഠിച്ചു ആദ്യം ആഡ് ചെയ്താൽ കിട്ടുന്ന നമ്പർ. ഇവിടെ ആഡ് ചെയ്ത് എത്ര മക്കളെ കിട്ടണ്ടേ? എക്സിന്റെ കൂടെയുള്ള നമ്പർ സൈൻ അടക്കം നമ്മൾ നോക്കണം. എക്സിന്റെ കൂടെ ഇവിടെ ഏതാണ്? -8 ആണ്. അടുത്തത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടേണ്ടത് ഏതാണ് മക്കളെ? -9 ആണ്. ഓക്കെ ആണ് മക്കളെ. അപ്പൊ നമ്മൾ ആദ്യം എഴുതേണ്ടത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് പ്രൊഡക്റ്റ് പറഞ്ഞാൽ ആദ്യം നമ്മൾ ആഡ് ചെയ്ത് എത്ര കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടണം. ഇവിടെ നമുക്കറിയാം ആഡ് ചെയ്ത എക്സിന്റെ കൂടെയുള്ള നമ്പർ ആണ് -8 ആണ്. മൾട്ടിപ്ലൈ ചെയ്ത ലാസ്റ്റ് നിൽക്കുന്ന കോൺസ്റ്റന്റ് ആണ്. ഒറ്റയ്ക്ക് നിൽക്കുന്ന നമ്പർ ഏതാണ്? -9. ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്?
ആഡ് ചെയ്ത -8 കിട്ടുന്നതാണോ മൾട്ടിപ്പിൾ ചെയ്ത -9 കിട്ടുന്നത് നോക്കേണ്ടത്? നമുക്കറിയാം മൾട്ടിപ്പിൾ ചെയ്ത -9 കിട്ടേണ്ടതാണ്. അപ്പൊ നമുക്കറിയാം മൾട്ടിപ്പിൾ ചെയ്ത -9 കിട്ടുക പറഞ്ഞാല് -1 × 9 -9 അല്ലേ മക്കളെ? 1 × 9 9 ആണ്, -1 × 9 -9 ആണ്. അപ്പൊ മൾട്ടിപ്പിൾ ചെയ്താൽ -9 കിട്ടുന്നത് -1 × 9 വരും. ഇനി ഇത് മാത്രമല്ല വരിക, നമുക്ക് -9 × 1 തിരിച്ച് എഴുതിയാലും -9 അല്ലേ കിട്ടുക. അപ്പൊ ശ്രദ്ധിക്കുക, മൾട്ടിപ്പിൾ ചെയ്താൽ മൈനസ് വരിക പറഞ്ഞാൽ അത് തിരിച്ചും മറിച്ചു എഴുതണം. അതായത് -1 × 9 -9 ആണ്, -9 × 1 എന്താണ്? -9 ആണ്. ഓക്കെ ആണ് മക്കളെ, തെറ്റല്ലേ നിങ്ങൾക്ക്? അടുത്തത് ഏതാ പറ്റുക മക്കളെ? 1 കഴിഞ്ഞാൽ 2 ഇല്ല, 3 കൊണ്ട് പറ്റും. അതായത് -3 × 3 പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? -9 കിട്ടും. ഇത്രയല്ലേ വരിക. ഇനി തിരിച്ച് എഴുതേണ്ട ആവശ്യമുണ്ടോ? 3 × -3 അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, കാരണം രണ്ടും 3 ആണ്. അപ്പൊ ഇത്ര നമ്പേഴ്സ് ആണ് മൾട്ടിപ്പിൾ ചെയ്ത 9 കിട്ടുന്നത്. അതായത് -1 × 9 -9 ആണ്, -9 × 1 -9 ആണ്, -3 × 3 എത്രയാണ്? -9. ഇനി നമുക്ക് മൾട്ടിപ്പിൾ ചെയ്ത -9 കിട്ടിയാൽ മതിയോ? പോരാ, ആഡ് ചെയ്ത എത്ര കിട്ടണം? -8 കിട്ടണം. അപ്പൊ ആഡ് ചെയ്ത -8 കിട്ടണമെങ്കിൽ നേരത്തെ പോലെ നമുക്ക് കണ്ടാൽ മനസ്സിലാവൂല. അപ്പൊ നമ്മൾ ആഡ് ചെയ്ത് തന്നെ നോക്കണം. അപ്പൊ മക്കളെ ശ്രദ്ധിച്ചു, ആദ്യം നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്ത് നോക്കുക. അതായത് -1 + 9 എത്ര മക്കളെ? -1 + 9 വരിക. ഡിഫറൻസ് സൈൻ അല്ലേ? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ തന്നെ ഇട്ട് കൊടുക്കുക. 9 ൽ 1 കുറച്ചാൽ 8 ചിഹ്നം ഏതാണ്? പ്ലസ് ആണ്. അപ്പൊ +8 നമുക്ക് പറ്റൂല. നമുക്ക് ആഡ് ചെയ്ത് എത്ര കിട്ടണം? -8 കിട്ടണം. അങ്ങനെയാണ് ഫസ്റ്റ് ചെയ്ത് പറ്റൂല. അങ്ങനെ രണ്ടാമത്തെ നോക്കുക, -9 + 1 എന്താ മക്കളെ? -9 + 1 വരിക. ഡിഫറൻസ് സൈനല്ലേ? വ്യത്യസ്തല്ലേ? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ തന്നെ ഇട്ട് കൊടുക്കുക. 9 ൽ 1 കുറച്ചാൽ 8 ചിഹ്നം ഏതാണ്? മൈനസ്. അപ്പൊ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത -8 കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്പിൾ ചെയ്ത -9 ആഡ് ചെയ്ത -8 കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെ വരും മക്കളെ? ഈ രണ്ടാമത്തെ നമ്പേഴ്സ് ആണ്. ഏതൊക്കെയാണ്? -9 and 1. ഇതാണ് എന്ത്? നമ്മുടെ ആൻസർ വരിക. ഓക്കെ ആണോ മക്കളെ? അപ്പൊ നമുക്ക് നമ്പേഴ്സ് കിട്ടി, എയും ബിയും കിട്ടി, -9 and 1 കിട്ടി. ഇനി നേരെ നമുക്ക് ഫാക്ടേഴ്സ് ആക്കി എഴുതാം. അപ്പൊ നമുക്ക് = x. ഫസ്റ്റത്തെ ഏതാണ്? -9 അല്ലേ? x -9 × x + 1 വരും. അപ്പൊ നമ്മുടെ ഫാക്ടേഴ്സ് ഘടകങ്ങൾ എത്ര കിട്ടിയ മക്കളെ? x - 9 × x + 1. അപ്പൊ ഇവിടെ മൈനസ് വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് നമ്പേഴ്സ് അറിയണം. അതേപോലെ ഇങ്ങനെ ആഡ് ചെയ്ത് നോക്കിയാൽ മാത്രമല്ല ആൻസർ കിട്ടുക. നേരത്തെ പോലെ ഡയറക്റ്റ് ആൻസർ കിട്ടൂല. ഓക്കെ ആണ് മക്കളെ? അതിന് സാർ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ? അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ ശ്രദ്ധിച്ചോ, x² + 6x - 7. ഇതെങ്ങനെ ചെയ്യാം? ആദ്യം നമുക്ക് ആഡ് ചെയ്താലേ ഇത് എഴുതാം. a + b ആഡ് ചെയ്താൽ നമുക്ക് എക്സിന്റെ കൂടെ നമ്പർ കിട്ടണം. എക്സിന്റെ കൂടെ ഏതാണ്? +6 ആണ്, 6. അതേപോലെ അടുത്ത എന്താ ചെയ്ത മക്കളെ? മൾട്ടിപ്പിൾ ചെയ്ത് നമുക്ക് ലാസ്റ്റത്തെ കോൺസ്റ്റന്റ് കിട്ടണം ഏതാണ്? -7 ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് എല്ലാം മക്കൾ ആദ്യം എഴുതി വെക്കണം. ആദ്യം ആഡ് ചെയ്ത് എത്ര കിട്ടും, മൾട്ടിപ്പിൾ ചെയ്ത് എത്ര കിട്ടും. ഓക്കെ, അപ്പൊ നമുക്കിത് കിട്ടി. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? ആഡ് ചെയ്ത 6 കിട്ടുന്നതാണോ? അല്ല, മൾട്ടിപ്പിൾ ചെയ്ത -7 കിട്ടണ ഏതൊക്കെ മക്കളെ? 1 × -7 പറഞ്ഞാൽ നമുക്കറിയാം -7 ആണ്. അതേപോലെ 1 × -7 അല്ലെങ്കിൽ -1 × 7 പറഞ്ഞാൽ എത്രയാണ്? -7 ആണ്. അടുത്തത് -7 × 1 പറഞ്ഞാലും -7 ആണ്. ഇനി ഇവിടെ നമ്പേഴ്സ് ഉണ്ടോ? ഇവിടെ നമ്പേഴ്സും കാര്യങ്ങളൊന്നുമില്ല. ഈ രണ്ട് നമ്പേഴ്സ് ഉള്ളൂ. -1 × 7 -7 ആണ്, -7 × 1 -7 ആണ്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ആഡ് ചെയ്ത 6 അല്ലേ കിട്ടണ്ടേ? അപ്പൊ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ആദ്യം മക്കളെ ശ്രദ്ധിച്ചോ, -1 + 6 -1 + 7 അല്ലേ ഫസ്റ്റ് നമ്പേഴ്സ്. ഡിഫറൻസ് സൈനാണ്, വ്യത്യസ്തനാണ്. എന്താ ചെയ്യുക? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ 7 ൽ 1 കുറച്ചാൽ 6 ചിഹ്നം ഏതാണ്? പ്ലസ്. നമുക്ക് ഇതന്നെയല്ലേ വേണ്ടത്? ആഡ് ചെയ്ത +6 മൾട്ടിപ്പിൾ ചെയ്ത -7 അല്ലേ വേണ്ടത്? നമ്മളെ ഫസ്റ്റ് നമ്പർ തന്നെ വരും. ഓക്കെ, ഏതൊക്കെ നമ്പേഴ്സ് വരിക? -1 and 7. ഈ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്പിൾ ചെയ്താൽ നോക്കും മക്കളെ, -1 × 7 -7. ഇത് ആഡ് ചെയ്താൽ -1 + 7 ഡിഫറൻസ് സൈനാണ്. വലുതിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ എണ്ണം ഇട്ട് കൊടുത്താൽ +6 എന്ന് കിട്ടും. അപ്പൊ ആഡ് ചെയ്ത 6 മൾട്ടിപ്പിൾ ചെയ്ത -7 കിട്ടുന്ന നമ്പേഴ്സ് ഏതാണ്? -1 and 7 എന്ന് വരും. ഇനി നമുക്ക് ഇതിന്റെ ഫാക്ടേഴ്സ് എഴുതാം. ഘടകങ്ങൾ ഏകദേശം എന്താ വരിക? x ഫസ്റ്റത്തെ -1 അല്ലേ? x - 1 × x + 7. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തിരിച്ചെഴുതിയാലും ഒന്നും കുഴപ്പമില്ല. x + 7 × x - 1 എഴുതിയാലും കുഴപ്പമില്ല. നമുക്ക് ആൻസർ കിട്ടിയാൽ മതി. സെറ്റ് ആണോടാ? അപ്പൊ ഈ രണ്ട് കാര്യം മൈനസ് വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ മക്കൾക്കും ബുദ്ധിമുട്ട് വരുന്ന ഏരിയയാണ്. അതിന് സാർ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തുതരാം. അടുത്ത എന്താ മക്കളെ? x² - 7x + 10. ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം നമ്മൾ ആഡ് ചെയ്ത എത്ര കിട്ടണ്ടേ? ആഡ് ചെയ്ത എക്സിന്റെ കൂടെ ഇവിടെ -7 ആണ്. മൾട്ടിപ്പിൾ ചെയ്ത ലാസ്റ്റ് കോൺസ്റ്റന്റ് 10 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആഡ് ചെയ്ത -7 കിട്ടണം, മൾട്ടിപ്പിൾ ചെയ്ത 10 കിട്ടണം. ഇനി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മൾട്ടിപ്പിൾ ചെയ്ത 10 കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെ മക്കളെ? മൾട്ടിപ്പിൾ ചെയ്ത 10 കിട്ടുന്നത് നമുക്കറിയാം. 1 × 10 10 ആണ്. അടുത്തത് 2 × 5 10 ആണ്. ഓക്കെ, ഈ രണ്ട് നമ്പേഴ്സ് അല്ലേ മൾട്ടിപ്പിൾ ചെയ്ത 10 കിട്ടുക? 1 × 10 കിട്ടും,
2 × 5 കിട്ടും. ഇനി ഈ നമ്പേഴ്സ് ആഡ് ചെയ്ത -7 കിട്ടും മക്കളെ. നിങ്ങൾ നോക്ക്, ഏതെങ്കിലും രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് കിട്ടുമോ? 1 ഉം 10 ആഡ് ചെയ്താൽ -7 കിട്ടുമോ? 2 ഉം 5 ആഡ് ചെയ്താൽ -7 കിട്ടുമോ? കിട്ടൂല. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യാ? നിങ്ങൾ പറ. മൾട്ടിപ്പിൾ ചെയ്ത ഒരു പോസിറ്റീവ് നമ്പറും ആഡ് ചെയ്ത മൈനസും വരണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ്, ഈ ഒരു കേസ് ഇമ്പോർട്ടൻറ്റ് കേസ് ആട്ടോ മക്കളെ, നിങ്ങൾക്ക് തലങ്ങനെ കറക്കുന്ന കേസാണ്. രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത ഒരിക്കലും എന്ത് വരൂല? നെഗറ്റീവ് വരൂല. ആഡ് ചെയ്ത പ്ലസും ആഡ് ചെയ്ത ഒരിക്കലും മൈനസ് വരൂലല്ലോ. ഇനി പ്ലസും മൈനസും ആഡ് ചെയ്താൽ മൈനസ് കിട്ടും. ഓക്കെ, പ്ലസ് ബി എന്ത് വരും? പ്ലസ് മൈനസ് ആഡ് ചെയ്താൽ മൈനസ് കിട്ടും. പക്ഷെ പ്ലസും മൈനസും മൾട്ടിപ്പിൾ ചെയ്താൽ പ്ലസ് വരുമോ? ഒരിക്കലും പ്ലസും മൈനസും മൾട്ടിപ്പിൾ ചെയ്ത ഉത്തരം എന്താക്കാനാണ്? നമുക്കറിയാം പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആണ്. അപ്പൊ മൾട്ടിപ്പിൾ ചെയ്താൽ മൈനസ് വരില്ല. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഒരു കേസുള്ളൂ മക്കളെ, ആഡ് ചെയ്താൽ നെഗറ്റീവും മൾട്ടിപ്പിൾ ചെയ്താൽ പോസിറ്റീവും വരികയാണെങ്കിൽ രണ്ടും നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ മക്കളെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞത് റൈറ്റ് ദ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. താഴെ തന്നിരിക്കുന്ന രണ്ടാംകൃതി ബഹുപദങ്ങളെ രണ്ട് ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലങ്ങളാക്കി എഴുതുക. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇത് പറഞ്ഞ് നമ്മൾ എന്താക്കി എഴുതണ്ടേ? ഫാക്ടേഴ്സ് ആക്കി എഴുതുക, ഘടകങ്ങളാക്കി എഴുതാൻ വേണ്ടത്. അപ്പൊ മക്കളെ നമുക്കറിയാം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നമുക്ക് തുടങ്ങാം. ആദ്യം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തുടങ്ങാം. ഡയറക്റ്റ് നമ്മൾ ഫസ്റ്റ് പഠിച്ച മോഡലാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി. നമുക്കറിയാം ആദ്യം നമ്മൾ ആഡ് ചെയ്ത് എത്ര കിട്ടണം? ആഡ് ചെയ്ത് അവിടെ എക്സിന്റെ കൂടെ 7 ആണ്. മൾട്ടിപ്പിൾ ചെയ്ത് നമുക്കറിയാം ലാസ്റ്റ് കോൺസ്റ്റന്റ് 6 ആണ്. ഓക്കെ, അപ്പോൾ ആഡ് ചെയ്ത 7ഉം മൾട്ടിപ്പിൾ ചെയ്ത 6ഉം കിട്ടുന്ന നമ്പേഴ്സ് വേണം. അപ്പൊ നമുക്കറിയാം മൾട്ടിപ്പിൾ ചെയ്ത 6 കിട്ടുന്നത് 1 × 6 6 ആണ്. അടുത്ത ഏതാ മക്കളെ? 2 × 3ഉം 6 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ ചെയ്ത 6 കിട്ടിയാൽ മാത്രം പോലെ ആഡ് ചെയ്ത 7 കിട്ടണം. ഇതിൽ ആഡ് ചെയ്ത 7ഉം മൾട്ടിപ്പിൾ ചെയ്ത 6ഉം കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെ മക്കളെ? 1 ഉം 6 ആണ്. ഈ 1 and 6 ഈ രണ്ട് നമ്പേഴ്സ് അല്ലേ മക്കളെ നമുക്ക് ആഡ് ചെയ്ത 7ഉം മൾട്ടിപ്പിൾ ചെയ്ത എത്ര കിട്ടുക? 6ഉം കിട്ടുക. അങ്ങനെയാണ് നമുക്ക് ഫാക്ടേഴ്സ് എഴുതാം. എങ്ങനെ വരും മക്കളെ? ഈസ് ഈക്വൽ ടു x + 1 × x + 6 എന്ന് വരും. ഓക്കെ ആണോടാ? അപ്പൊ നമുക്ക് ഫസ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. ഞാൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇതുമ്പോൾ തുടങ്ങിയത്. ഇനി നമുക്ക് നെഗറ്റീവ് വരുന്നത് ചെയ്യാം. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻസ് ചെയ്തതാണ്, എന്നാലും ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ നമ്മൾ ഒന്നുകൂടി ചെയ്യാണ്. ഇവിടെ ശ്രദ്ധിച്ചോ, നമുക്കറിയാം ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം? എക്സിന്റെ കൂടെ 1x ആണ്, വെറും x ആണ്. നമുക്കറിയാം കോയിഫിഷ്യന്റ് എന്താക്കാരും 1 ആയിരിക്കും. അപ്പൊ നമുക്ക് ആഡ് ചെയ്താൽ എത്ര കിട്ടണം? 1 കിട്ടണം. അതേപോലെ മൾട്ടിപ്പിൾ ചെയ്ത് എത്ര കിട്ടണം മക്കളെ? -6 കിട്ടണം. അപ്പൊ ആഡ് ചെയ്ത 1ഉം മൾട്ടിപ്പിൾ ചെയ്ത -6ഉം കിട്ടുന്ന നമ്പേഴ്സാണ് വേണ്ടത്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഇനി മൾട്ടിപ്പിൾ ചെയ്ത -6 കിട്ടും. നമുക്കറിയാം -1 × 6 -6 ആണ്. -6 × 1ഉം -6 ആണ്. ഓക്കെ, -1 × 6 പറഞ്ഞാൽ -6 ആണ്. -6 × 1 പറഞ്ഞാൽ -6 ആണ്. കഴിഞ്ഞോ? ഇല്ല, ഇനി 2 × 3 ഉണ്ട്. അപ്പൊ -2 × 3 പറഞ്ഞാൽ നമുക്കറിയാം -6 ആണ്. അടുത്തത് -3 × 2 പറഞ്ഞാൽ നമുക്കറിയാം -6 ആണ്. അപ്പൊ എത്ര നമ്പേഴ്സ് ആണ് മൾട്ടിപ്പിൾ ചെയ്ത മൈനസ് കിട്ടണം? ഏതൊക്കെ മക്കളെ? -1 × 6 -6 ആണ്. -6 × 1 -6 ആണ്. -2 × 3 -6 ആണ്. -3 × 2 -6 ആണ്. ഇനി നമുക്ക് മൾട്ടിപ്പിൾ ചെയ്ത -6 കിട്ടിയപ്പോ മതിയോ? ഇല്ല, ആഡ് ചെയ്ത 1ഉം കിട്ടണം. ഇതിൽ മക്കളെ ആഡ് ചെയ്ത 1 കിട്ടിയ പറഞ്ഞാൽ -1 + 6 എന്താ വരും മക്കളെ? -1 + 6 പറഞ്ഞാൽ -1 + 6 പറഞ്ഞാൽ വലുതിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ ഇട്ട് കൊടുക്കുക. 5 വരെ നമുക്ക് പറ്റൂല. അടുത്തത് -6 + 1 വലുതിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ഇട്ട് കൊടുക്കുക പറഞ്ഞാൽ -5 കിട്ടിയത് നമുക്ക് പറ്റൂല. ഓക്കെ, അടുത്തത് -2 + 3 എന്താ മക്കളെ? -2 + 3 വലുതിൽ നിന്ന് ചെറുത് കൊടുക്കുക. 3 ന് 2 കുറച്ച് 1 ചിഹ്നം ഏതാണ്? പ്ലസ്. അപ്പൊ +1 ഇതല്ലേ നമുക്ക് വേണ്ടത്. ആഡ് ചെയ്ത 1ഉം മൾട്ടിപ്പിൾ ചെയ്ത -6ഉം കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെ മക്കളെ നമുക്ക് കിട്ടി? മൂന്നാമത്തെ നമ്പേഴ്സ് ആണ് -2 and 3 എന്ന് വരും. ഇത് രണ്ടും മൾട്ടിപ്പിൾ ചെയ്ത -6 അല്ലേ? ഇത് തമ്മിൽ ആഡ് ചെയ്ത് എത്ര കിട്ടും? നമുക്ക് 1 കിട്ടും. അപ്പൊ നമുക്ക് ഫാക്ടേഴ്സ് ചെയ്താൽ ഈസ് ഈക്വൽ ടു എന്താ വരിക? നമുക്കറിയാം x - 2 × x + 3 എന്ന് വരും. ഫാക്ടേഴ്സ് അതായത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിന്റെ പ്രോഡക്റ്റ് ആക്കി എങ്ങനെ എഴുതുക? x - 2 × x + 3 എന്ന് വരും. അങ്ങനെ നമുക്ക് അടുത്തത് നോക്കാം മക്കളെ. ഇവിടെ നമ്മൾ ആദ്യം ആഡ് ചെയ്താൽ കിട്ടേണ്ടത് എഴുതാം. ഇവിടെ നമുക്ക് ആഡ് ചെയ്താൽ എക്സിന്റെ കൂടെ മൈനസ് ആണ്. അപ്പൊ -1 എന്ന് എടുക്കണം. കാരണം എക്സിന്റെ കൂടെ നമ്പർ ഒന്നുമില്ല. അപ്പൊ അവിടെ 1 ആണ്, മൈനസ് ആയതുകൊണ്ട് -1ഉം. അതേപോലെ മൾട്ടിപ്പിൾ ചെയ്ത് എത്ര കിട്ടണം? നമുക്ക് -6 കിട്ടണം. അപ്പൊ നമുക്കറിയാം മൾട്ടിപ്പിൾ ചെയ്ത -6 കിട്ടുന്ന നമ്പേഴ്സ് -1 × 6 -6 ആണ്. -6 × 1 -6 ആണ്. -2 × 3 -6 ആണ്. അതേപോലെ -3 × 2ഉം -6 ആണ്. അപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ ചെയ്ത -6 കിട്ടുന്ന നമ്പേഴ്സ് കിട്ടി. ഇനി നമുക്ക് ആഡ് ചെയ്ത -1 കിട്ടണം. അപ്പൊ നമുക്കറിയാം -1ഉം 6ഉം ആഡ് ചെയ്ത ഒരിക്കലും -1 കിട്ടൂല. -6ഉം 1 ആഡ് ചെയ്താലും -1 കിട്ടൂല. നമുക്കറിയാം -5 ആണ്. ഇനി നമുക്ക് -2 + 3 നമ്മൾ നേരത്തെ ചെയ്തതാണ്. -2 + 3 + 1 ആയിട്ട് ഇനി ലാസ്റ്റത്തെ കൂടി ചെയ്ത് നോക്കാം. അതായത് -3
+2. എന്താ മക്കളെ -3 +2 ചെയ്താൽ കിട്ടുക? വലുതിൽ നിന്ന് ചെറുത് കൊടുക്കാം. 3 2 കുറച്ച് 1 ചിഹ്നം ഏതാണ്? -1. അപ്പൊ നമുക്ക് വേണ്ട നമ്പേഴ്സ് ഏതൊക്കെ മക്കളെ? -3 and 2 എന്ന് വരും. ഏതൊക്കെ വരും മക്കളെ? -3 and 2. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ -6 അല്ലേ? ഇത് നമ്മൾ ആഡ് ചെയ്ത് എത്ര കിട്ടും? നമുക്ക് -1 കിട്ടും. അങ്ങനെയാണ് നമുക്ക് ഇതിന് ഫാക്ടേഴ്സ് ആക്കിയത്, ഘടകങ്ങളാക്കിയത് = എന്താണ്? x-3 into x+2 ആൻസർ കിട്ടും. എന്ത് കിട്ടും മക്കളെ? x-3 into x+2 ആൻസർ കിട്ടും. സെറ്റ് ആണോ? അങ്ങനെയാണ് ഒറ്റ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ആഡ് ചെയ്താൽ നമുക്കറിയാം എക്സിന്റെ കൂടെ -7 കിട്ടണം. അതേപോലെ മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്കറിയാം ലാസ്റ്റ് കോൺസ്റ്റന്റ് ഏതാണ്? 6 ആണ്. ഓക്കെ, അപ്പൊ ആഡ് ചെയ്താൽ -7 മൾട്ടിപ്പിൾ ചെയ്താൽ 6 കിട്ടണം. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു, ആഡ് ചെയ്ത മൈനസും മൾട്ടിപ്പിൾ ചെയ്ത പ്ലസും ആണെങ്കിൽ ആഡ് ചെയ്ത -2 പോസിറ്റീവ് വരൂല, മൾട്ടിപ്പിൾ ചെയ്ത പോസിറ്റീവ് 2 നെഗറ്റീവ് വരൂല. അങ്ങനെയാണ് ഇങ്ങനെ കണ്ടീഷൻ. ആഡ് ചെയ്ത നെഗറ്റീവ്, മൾട്ടിപ്പിൾ ചെയ്ത പോസിറ്റീവ് ആവണമെങ്കിൽ രണ്ടും നെഗറ്റീവ് ആക്കാരം. അപ്പൊ നമുക്ക് 6 നമുക്കറിയാം 1 into 6 6 ആണ്. ഇത് മാത്രം പിന്നെന്താണ്? 2 into 3 6 ആണ്. ഓക്കെ, ഇനി നമുക്ക് അറിയാം ആഡ് ചെയ്ത മൈനസ് കിട്ടണ്ടേ. അപ്പൊ 2 പോസിറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്ത് എന്തായാലും മൈനസ് കിട്ടൂല. അപ്പൊ രണ്ടും എന്തായിരിക്കണം? 2 നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ആഡ് ചെയ്ത നെഗറ്റീവും മൾട്ടിപ്പിൾ ചെയ്ത പോസിറ്റീവും കിട്ടുക. അതായത് -1 into -6 +6 ആണ്. അതേപോലെ -2 into -3 എന്താണ്? +6 ആണ്. ഇനി നമുക്ക് മൾട്ടിപ്പിൾ ചെയ്ത 6 കിട്ടുന്ന നമ്പേഴ്സ് കിട്ടി. ഇതിന് ആഡ് ചെയ്ത -7 ഏതാ കിട്ടുക? -2 -3 -5 വരെ പറ്റൂല. അപ്പൊ നമുക്കറിയാം -1 -6 എന്താ വരിക? -1 + -6 പറഞ്ഞാൽ -1 - 6 = -7 കിട്ടും. ഒരേ ചിഹ്നം ആയതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്ത് അതേ ചിഹ്നം ഇട്ട് കൊടുക്കും. അപ്പൊ നമ്മളെ നമ്പേഴ്സ് ഏതൊക്കെ മക്കളെ? -1 and -6 വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫാക്ടേഴ്സ് ചെയ്താം. ഘടകങ്ങൾ എങ്ങനെ വരിക? നമുക്കറിയാം x-1 into x-6. എന്താ ആൻസർ കിട്ടുക മക്കളെ? നമുക്ക് x-1 into x-6 എന്ന് കിട്ടും. സെറ്റ് ആണോ മക്കളെ? ഇത്ര കാര്യങ്ങളുള്ളൂ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ്, ഈ ഒരു 4 ലെവൽ ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതും ഈസി ആൻസർ ചെയ്യാൻ കഴിയും. അപ്പൊ മക്കളെ നമുക്കിത് ഫാക്ടേഴ്സ് ആക്കി ഇതേപോലെ എഴുതണമെങ്കിൽ നമുക്ക് കണ്ടീഷൻ ഉണ്ട്. ഇവിടെ x² കൂടെ ഒരു നമ്പറും വരാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് ഇതിനെ ഫാക്ടേഴ്സ് ആക്കി എഴുതാൻ പറ്റുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, x² കൂടെ അവിടെ നോക്കി നമ്മൾ ഇത്ര ചെയ്ത ക്വസ്റ്റ്യനിലൊന്നും x² കൂടെ 1 അല്ലാത്ത ഒരു നമ്പറും വന്നിട്ടില്ല. അപ്പൊ 2x² വന്നാൽ നമുക്ക് ഇത് ഫാക്ടേഴ്സ് ആക്കി എഴുതാൻ പറ്റൂല, ഘടകങ്ങളാക്കി എഴുതാൻ പറ്റൂല. അപ്പൊ ഘടകങ്ങളാക്കി എഴുതണമെങ്കിൽ നമുക്ക് എന്താ കണ്ടീഷൻ മക്കളെ? x² കൂടെ 1 മാത്രമേ വരാൻ പറ്റുക. വേറെ ഏത് നമ്പർ വന്നാലും നമുക്ക് പോളിനോമിയൽ ഫാക്ടർ ബഹുപദ ഘടകങ്ങളാക്കി ഇതേപോലെ എഴുതാൻ കഴിയൂല. അതായത് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഫാക്ടേഴ്സ് ആക്കി എഴുതൂലെ, ആഡ് ചെയ്താൽ മൾട്ടിപ്പിൾ. ഈ രീതി എപ്പോൾ മാത്രമേ പറ്റുക? x² കോഎഫിഷ്യന്റ് എപ്പോഴും 1 ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ കേസ് പറ്റുക. അങ്ങനെ നമുക്ക് അടുത്ത മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. അപ്പൊ മക്കളെ നമ്മുടെ ഒരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ് ഫാക്ടേഴ്സ് ആൻഡ് സൊല്യൂഷൻ, അതായത് ഘടകങ്ങളും പരിഹാരങ്ങളും. അപ്പൊ നമുക്ക് കഴിഞ്ഞ കൊല്ലം വരെ ക്വസ്റ്റ്യൻ വന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തരും, ഒരു രണ്ടാംകൃതി ബഹുപദം തന്നിട്ട് നമ്മളോട് ഇതിന്റെ ഘടകങ്ങൾ എഴുതാൻ പറയും, പരിഹാരം എഴുതാൻ പറയും. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരിക. ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നിട്ട് ഫാക്ടേഴ്സും സൊല്യൂഷനും എഴുതാൻ പറയും. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് കഴിഞ്ഞ വർഷം വരെ ഈ ചാപ്റ്റർ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പ്രാവശ്യം ഈ ചാപ്റ്റർ വലുതാക്കിയോണ്ട് നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം എങ്ങനെ ഫാക്ടേഴ്സ് എഴുതാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ തന്നിട്ട് ഫാക്ടേഴ്സ് ഘടകങ്ങൾ എഴുതാൻ പഠിച്ചു. ഇനി ഘടകങ്ങൾ കിട്ടിയ എങ്ങനെ അതിനെ പരിഹാരമാക്കുക, സൊല്യൂഷൻ എഴുതാന്ന് നമുക്കറിയണം. ഓക്കെ, അപ്പൊ സൊല്യൂഷൻ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്താൽ കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയാം. അതായത് രണ്ടാംകൃതി സമവാക്യം സോൾവ് ചെയ്താൽ കിട്ടുന്ന സൊല്യൂഷനെയാണ് നമ്മൾ പരിഹാരങ്ങൾ പറയാം. ഇതിന്റെ ആൻസർ, ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രണ്ടാംകൃതി ബഹുപദം എന്താ പറയാ സോൾവ് ചെയ്താൽ കിട്ടുന്ന ആൻസറിനെ നമ്മൾ പരിഹാരം, സൊല്യൂഷൻ എന്ന് വിളിക്കുക. അതേപോലെ ഫാക്ടേഴ്സ് നമുക്കറിയാം x+a into x+b ഫോമിൽ എഴുതുന്നതിന് നമ്മൾ ഫാക്ടേഴ്സ് ഘടകങ്ങൾ പറയാം. അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മളോട് ഇതിന്റെ ഫാക്ടേഴ്സും സൊല്യൂഷനും എഴുതാൻ പറയാം. എന്തൊക്കെയാ മക്കളെ? ഘടകങ്ങളും പരിഹാരം എഴുതാൻ പറയാണ്. അപ്പൊ നമുക്ക് ഫാക്ടേഴ്സ് എഴുതാൻ നമുക്കറിയാം. ഫാക്ടേഴ്സ് എഴുതാൻ നമ്മൾ പഠിച്ചു. എങ്ങനെയാ മക്കളെ നമ്മൾ ഫാക്ടേഴ്സ് എഴുതല്? നിങ്ങളൊന്ന് പറഞ്ഞാൽ ഈ x+5 into x² + 5x+6 പറഞ്ഞാൽ ആഡ് ചെയ്ത 5ഉം മൾട്ടിപ്പിൾ ചെയ്ത 6ഉം കിട്ടുന്ന നമ്പേഴ്സ് നമുക്കറിയാം 2ഉം 3ഉം ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാ? x+2 into x+3 എന്ന് എഴുതും. ഇതിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ, നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ സാർ a+b into b ഒന്ന് എഴുതുന്നില്ല, ആഡ് ചെയ്ത 5ഉം മൾട്ടിപ്പിൾ ചെയ്ത 6ഉം കിട്ടുന്ന നമ്പേഴ്സ് നമുക്കറിയാം 2ഉം 3ഉം ആണ്. അപ്പൊ നമുക്ക് ഫാക്ടേഴ്സ് ഘടകങ്ങൾ എഴുതാൻ നമ്മൾ പഠിച്ചു. ഇനി ഫാക്ടേഴ്സ് കിട്ടിയ സൊല്യൂഷൻ എഴുതാൻ സിമ്പിൾ ആണ് മക്കളെ. ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എല്ലാവരും പഠിച്ചു. ഇനി ഫാക്ടേഴ്സ് കിട്ടിയ സൊല്യൂഷൻ എഴുതാൻ നേരെ ഇവിടുത്തെ നേരെ സൈൻ ഇല്ലേ അതുകൊണ്ട് മാറ്റി കൊടുക്കുക. +2 ആണെങ്കിൽ -2 and +3 ആണെങ്കിൽ -3. ഇതാണ് x² -
5x+6 പറഞ്ഞ x²+5x+6 പറഞ്ഞ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ രണ്ടാം ഇത് ബഹുപദത്തിന്റെ സൊല്യൂഷൻ അതായത് പരിഹാരം പറഞ്ഞ എന്താ വരിക -2 and 3. എങ്ങനെ നമുക്ക് കിട്ടിയത്? ആദ്യം നമ്മൾ ഘടകങ്ങൾ കണ്ടുപിടിച്ചു, എന്താ പറയുക ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു. ഫാക്ടേഴ്സിനെ നേരെ സൈന് മാറ്റി എന്ത് കിട്ടും? നമുക്ക് ചിഹ്നം മാറ്റി കഴിഞ്ഞാൽ സൊല്യൂഷൻസ് കിട്ടും. അങ്ങനെയാണ് നമുക്കറിയാം x² + 9x + 18 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ എന്താണ് ഫാക്ടേഴ്സ് എന്താ വരിക മക്കളെ? ഘടകങ്ങൾ എന്താ വരിക? ഫാക്ടേഴ്സ് പറഞ്ഞാൽ നമുക്കറിയാം ആഡ് ചെയ്താണ് 9 മൾട്ടിപ്ലൈ ചെയ്ത 18 കിട്ടുന്നത് 6 ഉം 3 ഉം ആണ്. അപ്പൊ നമുക്ക് x+3 × x+6 എന്ന് വരും. ഘടകങ്ങൾ ഫാക്ടേഴ്സ് ചെയ്ത് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി ഇതിന്റെ സൊല്യൂഷൻസ് എന്താ വരിക? നിങ്ങളൊന്ന് പറഞ്ഞ മക്കളെ. x+3 ഉം x+6 ഉം ആണ് ഫാക്ടേഴ്സ് എങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ എന്താ വരിക? നേരെ സൈന് മാറ്റി കൊടുക്കുക. അതായത് +3 ആണെങ്കിൽ -3 and +6 ആണെങ്കിൽ -6. ഇതാണ് ഈ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ രണ്ടാം ഘടക ബഹുപദത്തിന്റെ സൊല്യൂഷൻസ് പരിഹാരങ്ങൾ പറയുന്നത്. സെറ്റാണ് മക്കളെ. അപ്പൊ ഫാക്ടേഴ്സ് കിട്ടിയ സൊല്യൂഷൻ എഴുതാനും സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നേരെ തിരിച്ച് ഫാക്ടേഴ്സ് എഴുതാനും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ ആണോ? അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒന്ന് വേഗം ചെയ്യാം. നമുക്കിവിടെ സൊല്യൂഷൻസ് തന്നിക്കണു, ഫാക്ടേഴ്സും കുറച്ച് തന്നിക്കണു. സൊല്യൂഷൻ എങ്ങനെ ഫാക്ടർ ആക്കി എഴുതാനും ഫാക്ടേഴ്സിനെ എങ്ങനെ സൊല്യൂഷൻ ആക്കി എഴുതാനൊക്കെ നമ്മൾ പഠിച്ചു. 4 ബോക്സ് നമുക്ക് വെറുതെ ഫിൽ ചെയ്ത് നോക്കാം. അപ്പൊ സൊല്യൂഷൻ -3 ഉം 4 ആണ്. അങ്ങനെയാണ് ഫാക്ടേഴ്സ് എങ്ങനെ എഴുതുക? അതിന്റെ നേരെ സൈന് മാറ്റി x ഇട്ട് കൊടുക്കുക. അതായത് -3 ആണെങ്കിൽ x+3 × +4 ആണെങ്കിൽ x-4. ഇത്രയുള്ളൂ മക്കളെ. അപ്പൊ സൊല്യൂഷൻസ് പരിഹാരം -3 ഉം 4 ഉം ആണെങ്കിൽ ഫാക്ടേഴ്സ് ഘടകങ്ങൾ എന്താ വരിക? x+3 × x-4. എങ്ങനെ കിട്ടിയത്? നമ്മൾ നേരെ ചിഹ്നം മാറ്റി കൊടുത്തു. ഇനി നമുക്ക് -5 ഉം -6 ആണ് സൊല്യൂഷൻ പരിഹാരം. അങ്ങനെയാണ് ഘടകങ്ങൾ ഫാക്ടേഴ്സ് എന്താ വരിക? സൈൻ മാറ്റി കൊടുക്കുക. x+5 × x+6 എന്ന് വരും. ഓക്കെ ആണോ മക്കളെ? സിമ്പിൾ അല്ലേടാ? അങ്ങനെയാണ് നോക്ക്. 2 and -5 രണ്ടും -5 ആണ് പരിഹാരമെങ്കിൽ എന്താണ് ഘടകങ്ങൾ വരിക? എന്താണ് ഫാക്ടേഴ്സ് വരിക? നേരെ സൈന് മാറ്റി കൊടുക്കുക. x-2 × x+5 എന്ന് വരും. ഇനി 9 8 ആണ് സൊല്യൂഷൻ അതായത് പരിഹാരമെങ്കിൽ എന്താ ഘടകങ്ങൾ വരിക? അതിന്റെ നേരെ സൈന് മാറ്റി കൊടുക്കുക. 9 ആണെങ്കിൽ x-9, 8 ആണെങ്കിൽ x-8. സെറ്റാണോ മക്കളെ? അപ്പൊ നമുക്ക് സൊല്യൂഷൻസ് പരിഹാരങ്ങൾ കിട്ടിയാൽ അതിന് നേരെ ഫാക്ടേഴ്സ് ഘടകങ്ങളാക്കി ഇത് എന്ത് ചെയ്താൽ മതി? സൈന് മാറ്റി കൊടുത്താൽ മതി. നേരെ സൈന് മാറ്റി x ഇട്ട് കൊടുക്കുക. ഇനി അതേപോലെ ഫാക്ടേഴ്സ് ചെയ്യാണ് ഘടകങ്ങൾ എന്നിട്ട് സൊല്യൂഷൻ ചെയ്താലോ? x വേണ്ട, നേരെ നമ്പേഴ്സ് സൈന് മാത്രം മാറ്റി കൊടുക്കുക. +3 ആണെങ്കിൽ ഇവിടെ -3 and -7 ആണെങ്കിൽ ഇവിടെ +7, -8 ആണെങ്കിൽ ഇവിടെ 8 and +10 ആണെങ്കിൽ ഇവിടെ -10. ഓക്കെ. ഇനി -11 ആണെങ്കിൽ ഇവിടെ +11 and -12 ആണെങ്കിൽ ഇവിടെ +12. സിമ്പിൾ അല്ലേ മക്കളെ? എത്ര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കിട്ടുന്നത്. നേരെ സൈന് മാറ്റി കൊടുത്താൽ മതി. ഫാക്ടേഴ്സിനെ സൊല്യൂഷൻ ആക്കാനും സൊല്യൂഷനെ ഫാക്ടേഴ്സ് ആക്കാനും എല്ലാവർക്കും പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് x+6 × x+5 ആണെങ്കിലോ +6 ആണെങ്കിൽ ഇവിടെ -6 and +5 ആണെങ്കിൽ ഇവിടെ എന്താ വരും മക്കളെ? -5. ഇങ്ങനെ വേണം നമ്മൾ ഫാക്ടേഴ്സ് ആൻഡ് സൊല്യൂഷൻ ഘടകങ്ങളും പരിഹാരങ്ങളും കണ്ടുപിടിക്കാൻ. അപ്പൊ നമ്മൾ ഓൾറെഡി ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പഠിച്ചു. ഫാക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ സൊല്യൂഷൻ ആക്കാനും ഇനി നമ്മൾ സൊല്യൂഷൻ ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പഠിക്കും. അപ്പൊ സൊല്യൂഷൻ കിട്ടി എങ്ങനെ അതിനെ തിരിച്ച് ഫാക്ടേഴ്സ് ആക്കാനും ഈ ഒരു ഒറ്റ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് മനസ്സിലാവണം. സിമ്പിൾ മെത്തേഡാണ്. സെറ്റാണോടാ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കിയാലോ?